മറ്റു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവര് സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പക്കേസുകളിലാണ് ജാമ്യ പോരാട്ടം. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു. മനോജ്, തന്ത്രിക്ക് ഇന്നൊരു നിർണായക ദിവസം തന്നെയാണല്ലേ? അമൽ, ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയാണ് തന്ത്രി സമർപ്പിച്ച ഇരു ജാമ്യ ഹർജികളിലും വിധി പറയുക. അതായത് ഈ കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പക്കേസിലും തന്ത്രിയെ പ്രതി ചേർത്തിരുന്നു. ഏറ്റവും അവസാനമാണ് തന്ത്രിയെ SIT അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം റിമാൻഡിൽ കഴിയുകയാണ്. ഇതിനിടയ്ക്ക് ആശുപത്രിയിൽ ആയിരുന്നു, പിന്നീട് ചികിത്സ നൽകി വരികയാണ്. എന്തായാലും ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ റിമാൻഡ് എക്സ്റ്റൻഷന് പോലും ഈ കോടതിയിലേക്ക് എത്തിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആചാരപരമായ കാര്യങ്ങളിലല്ലാതെ ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കില്ല എന്നുള്ളതാണ് അഭിഭാഷകർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ആ കാര്യങ്ങളും കോടതിക്ക് മുമ്പാകെ വാദം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലാണ് ഈ വാദം നടന്നിരുന്നത്. ഇരു വാദങ്ങളും കൊല്ലം വിജിലൻസ് കോടതി കേൾക്കുകയുണ്ടായി. അതിൽ പ്രധാനമായും ഈ പ്രതിഭാഗം വാദം ഉന്നയിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. വൈക്കം ക്ഷേത്രത്തിൽ ഉൾപ്പെടെയുള്ള കോടതി ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടി തന്ത്രിക്ക് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കില്ല എന്നുള്ളതൊക്കെ തന്നെയാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. അതേസമയം തന്നെ SIT തന്ത്രിക്കെതിരായി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അത് മുൻനിർത്തിയായിരുന്നു പ്രോസിക്യൂഷൻ വാദം. അതായത് ഈ തന്ത്രിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അടുത്ത ബന്ധമാണ് എന്നുള്ളതാണ് SIT ഈ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് പ്രോസിക്യൂഷൻ ആ വാദം ഉന്നയിച്ചിരുന്നു. പക്ഷേ പ്രതിഭാഗം ആ വാദത്തെ എതിർത്തുകൊണ്ട് ചോദിച്ചത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമാണെങ്കിൽ ഒരു കീഴ്ശാന്തിയുടെ പരികർമ്മിയായി മാത്രം ശബരിമലയിൽ നിൽക്കേണ്ടി വരില്ലല്ലോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉന്നത സ്ഥാനം നൽകാമായിരുന്നല്ലോ എന്നൊക്കെയാണ് പ്രതിഭാഗം വാദം ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റിമാൻഡിലായി കുറച്ചധികം ദിവസങ്ങൾ കഴിയുന്നു. മറ്റ് പ്രതികളൊക്കെ, അതായത് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, KS ബൈജു, അതോടൊപ്പം തന്നെ സുധീഷ് കുമാർ, ശ്രീകുമാർ അടക്കമുള്ളവരൊക്കെ ജാമ്യം നേടി ഈ ജയിലിന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഏറ്റവും അവസാനമായി ഇറങ്ങിയത് N വാസു ആണ്. അത്തരത്തിലുള്ള പ്രതികളൊക്കെ ഈ ജയിലിന് പുറത്തേക്ക് ഇറങ്ങാൻ കാരണമായത് ഈ SIT കൃത്യമായും കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്തായാലും ആ ഒരു സാഹചര്യത്തിലാണ് തന്ത്രിയുടെ ജാമ്യാപേക്ഷകൾ കൂടെ ഇന്ന് കോടതി പരിഗണിക്കുന്നത്. പക്ഷേ തന്ത്രിക്ക് സ്വാഭാവിക ജാമ്യത്തിന് വേണ്ടിയിട്ടല്ല ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിജിലൻസ് കോടതി ഇതിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് നമുക്ക് ഇന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും അഥവാ വിജിലൻസ് കോടതി ഈ ജാമ്യ ഹർജികൾ തള്ളുകയാണെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഈ അഭിഭാഷകരുടെ തീരുമാനം. എന്തായാലും പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള B രാമൻപിള്ളയാണ് തന്ത്രിക്ക് വേണ്ടി ഓൺലൈനായി കഴിഞ്ഞ ആഴ്ചയിലൊക്കെ തന്നെ കോടതിയിൽ ഹാജരായിട്ടുള്ളത്. വാദം പൂർത്തിയായതിനെ തുടർന്നാണ് ഇന്നത്തേക്ക് വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവര് സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. കട്ടളപ്പാളി, ദ്വാരപാലക ശില്പ കേസുകളിലാണ് ജാമ്യ പോരാട്ടം. വിവരം നൽകുകയായിരുന്നു M മനോജ്.